ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവിശ്വസ്തരായ മക്കളെ, തിരിച്ചു വരുവിൻ. ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യപേടകത്തെപ്പറ്റി ആരും ഒന്നും പറയുകയില്ല. അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല. മറ്റൊന്നും നിർമ്മിക്കുകയുമില്ല. കർത്താവിന്റെ സിംഹാസനമെന്ന് അന്ന് ജെറുസലേം വിളിക്കപ്പെടും. സകല ജനതകളും അവിടെ കർത്താവിന്റെ നാമത്തിൽ സമ്മേളിക്കും. ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ വിതക്കാരന്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും ജനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.